സ്കീസോഫ്രീനിയ പേഷ്യൻ്റ് ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അവർ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതല്ല, അവർ കേൾക്കുന്ന സൗണ്ടിനോടും വോയിസിനോടും ഒക്കെ റിപ്ലൈ കൊടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഓഡിറ്ററി ഹാലൂസിനേഷനെ കുറിച്ചാണ്. സ്കീസോഫ്രീനിയയുടെ മോസ്റ്റ് കോമൺ സിംറ്റമാണ് ഓഡിറ്ററി ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഹാലൂസിനേഷൻ പല ടൈപ്പ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഓഡിറ്ററി ഉണ്ട്, വിഷ്വൽ ഉണ്ട്, ലെഗസ്റ്റേറ്ററി, അങ്ങനെ കുറേ ടൈപ്പ് വരുന്നുള്ളതിൽ അതിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ഹാലൂസിനേഷനാണ് ഓഡിറ്ററി ഹാലൂസിനേഷൻ. എന്ന് വെച്ചാൽ മറ്റുള്ളവർ കേൾക്കാത്ത ശബ്ദങ്ങളും സൗണ്ടുകളും ഒക്കെ ഇവർക്ക് മാത്രം കേൾക്കാൻ പറ്റും. 100% അതവർ റിയൽ ആണെന്ന് വിശ്വസിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ചിലപ്പോൾ അപകടങ്ങളിലോട്ട് കൊണ്ടെത്തിക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ തന്നെ പേഷ്യൻറ്റിനെ ത്രട്ടൻ ചെയ്യുന്നതായിട്ട്, അവരെ ഇൻസൾട്ട് ചെയ്യുന്നതായിട്ട് ഒക്കെ അവർക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയുള്ള വോയിസൊക്കെ കമാൻഡ് ഹാലൂസിനേഷൻ എന്നൊക്കെ പറയും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ചിലപ്പം അവർക്ക് സ്വന്തമായിട്ടുള്ള അപകടമോ മറ്റുള്ളവർക്ക് അവർ ഉപദ്രവകരമായിട്ട് മാറാനോ ഒക്കെയുള്ള സാധ്യത ഈ ഒരു ഹാലൂസിനേഷൻ, ഓഡിറ്ററി ഹാലൂസിനേഷൻ വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നഴ്സിംഗ് കെയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് നമുക്ക് എക്സാംസിനൊക്കെ ഗുണപ്പെട്ടേക്കാം, അതുകൊണ്ട് പറയാണ്, ഇങ്ങനെ ഓഡിറ്ററി ഹാലൂസിനേഷൻ ഉണ്ടാകുന്ന പേഷ്യൻസിനോട് ഒരു കാരണവശാലും അത് റിയൽ അല്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവരോട് ആർഗ്യൂ ചെയ്യാനൊന്നും പാടില്ല. അത് മനസ്സിലാക്കുക. അവരുടെ ഫീലിങ്സിനെ അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് സംബന്ധിച്ച് ക്വസ്റ്റ്യനിൽ കിട്ടാൻ സാധ്യതയുള്ള ചില പോയിൻറ്റ്സ്, എങ്ങനെ ഇതിനോട് പ്രതികരിക്കണം എന്നുള്ള കുറച്ച് നഴ്സിംഗ് പോയിൻറ്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വായിച്ചു നോക്ക്. നഴ്സിംഗ് എക്സാംസിന് പ്രത്യേകിച്ച് DHA, HAD, MOH, പ്രോമെട്രിക്, ENGLEX-RM ഗവൺമെൻറ് എക്സാംസ്, നോർസെറ്റ് എയിംസ്, DHS പോലുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് റെഗുലർ ക്ലാസ്സസും ക്രാഷ് കോഴ്സസും, അതിനകത്ത് തന്നെ 5 ഡേയ്സിൻ്റെയും 60 ഹവേഴ്സിൻ്റെയൊക്കെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം.